കണ്ടിട്ടല്ലേ? അപ്പൊ അരുണിമ മിസ്സിന്റെ മക്കള് മറന്നൊന്നും പോയില്ലല്ലോ. 1ാം ക്ലാസ്സിലെ മിടുക്കന്മാരും മിടുക്കി കുട്ടികൾക്കും ഒക്കെ സുഖാണെന്ന് മിസ് വിചാരിക്കുകയാണ്. അപ്പോ ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു യാത്ര പോകാം. മക്കളെല്ലാവരും റെഡിയാണോ? അപ്പൊ നമ്മൾ ഇത് എങ്ങോട്ടാ ഇന്ന് പോകുന്നത് എന്ന് നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ? എങ്ങോട്ടാ നമ്മൾ പോകുന്നതെന്ന് അറിയാൻ പറ്റുന്ന മക്കളൊന്ന് കമന്റ് ചെയ്തേ. നമ്മൾ ഇന്ന് എങ്ങോട്ടേക്കാ പോകുന്നതെന്ന്. ടീച്ചറെ ഇന്ന് അടിപൊളിയായിട്ട് മക്കളെ എല്ലാവരെയും കൂട്ടിയിട്ട് നമ്മളൊരു കുന്നിന്റെ മുകളിലേക്ക് പോവുകയാണ്. എങ്ങോട്ടാ പോകുന്നത്? ഒരു കുന്നിന്റെ മുകളിലേക്ക്. എന്തിനാ നമ്മളിങ്ങനെ കുന്നിന്റെ മുകളിലേക്ക് പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ? എന്തിനാ നമ്മൾ പോകുന്നത്? ഈ കുന്നിന്റെ മുകളിൽ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ആകാശത്തിനെ തൊടാൻ പറ്റുന്നത് പോലെ നമുക്ക് തോന്നും. എന്താ നമുക്ക് തോന്നുക? ആകാശത്തിനെ നമുക്ക് തൊടാൻ പറ്റുന്നു. അയ്യോ, പക്ഷെ ആകാശത്തിനെ നമുക്ക് തൊടാൻ പറ്റുമോ? ഇല്ല, ആകാശത്തെ തൊടാനൊന്നും പറ്റത്തില്ല. പക്ഷെ നമ്മളിങ്ങനെ വലിയ മുകളിൽ കയറി നിൽക്കുമ്പോ അല്ലേ ആകാശം നമ്മളോട് അടുത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പൊ അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആകാശത്തിലെ കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ മക്കളെല്ലാവരും എന്റെ കൂടെ വരില്ലേ ഇന്ന്? വരുമോ? വരുമല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? യാത്ര തുടങ്ങാം അല്ലേ? അപ്പൊ യാത്ര തുടങ്ങാൻ നേരം രാവിലെയാണ്, നല്ല വെയിലുണ്ടല്ലേ? ആകാശം നമുക്ക് വെയിലുള്ള സമയത്ത് നോക്കാൻ വേണ്ടി പറ്റുമോ? ആകാശത്തേക്ക് നോക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലേ? നല്ല വെയിലുള്ള സമയത്ത് ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണെന്താവും? താനേ അടഞ്ഞു പോവും അല്ലേ? എന്തുകൊണ്ടാ ആകാശത്ത് നമുക്കിങ്ങനെ നോക്കാൻ പറ്റാഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും നമുക്ക് ആകാശത്തേക്ക് നോക്കാൻ പറ്റാത്തത്? മക്കളൊന്ന് ഉത്തരം പറഞ്ഞേ. എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാ? അവിടെ ആരുണ്ടടാ? നമ്മുടെ സൂര്യൻ ഉണ്ടല്ലേ? ആരാണുള്ളത്? സൂര്യൻ. ദാ നോക്കിയേ, നിങ്ങൾ എന്ത് കാണുന്നുണ്ട്? സൂര്യൻ അഥവാ സണ്ണിനെ കാണുന്നുണ്ട് അല്ലേ? സണ്ണിനെ കാണുന്നില്ലേ നിങ്ങള്? നമ്മുടെ ഈ സൂര്യനാണല്ലേ നമുക്ക് വേണ്ട എല്ലാ പ്രകാശം നൽകുന്നത് അല്ലേ? ഇവിടെ ഇങ്ങനെ നല്ല വെട്ടം അല്ലെ? ബൾബൊന്നും ഇട്ടില്ലെങ്കിലും നമുക്ക് രാവിലെ എല്ലാം കാണാൻ പറ്റുന്നില്ലേ? എന്തുകൊണ്ടാ അങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നത്? ആരുള്ളത് കൊണ്ടാ? സൂര്യനുണ്ടല്ലേ? സൂര്യനുണ്ട്. അപ്പൊ സൂര്യന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ. സണ്ണിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ നിങ്ങള്. SUN അല്ലേ? സണ്ണിനെ കാണുന്നുണ്ടല്ലേ? അപ്പൊ സണ്ണാണ് നമുക്ക് എല്ലാവർക്കും വെളിച്ചം നൽകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. സണ്ണുള്ളത് കൊണ്ട് തന്നെയാണല്ലേ നമുക്ക് ചൂടെടുക്കുന്നത് അല്ലേ? വെയിലത്ത് നമ്മൾ വേർക്കും അല്ലേ? ഭയങ്കര വെയിലാണല്ലേ? നമ്മൾ ക്ഷീണിച്ചു പോവും അല്ലേ? ആരുള്ളത് കൊണ്ടാ? സൂര്യന്റെ ചൂട് കാരണമാണല്ലേ? അപ്പൊ രാവിലെ നമുക്ക് എന്തായാലും ആകാശത്തിലേക്ക് നോക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നേ? നമ്മൾ രാവിലെ യാത്ര തുടങ്ങുമെങ്കിലും നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേ കുന്നിന്റെ മുകളിൽ എത്തുള്ളൂ അല്ലെ? വൈകുന്നേരമായി കുറച്ച് രാത്രി ആയി കഴിഞ്ഞാൽ ആരെ നമ്മൾ കാണത്തില്ല? ആരെ കാണില്ല? സൂര്യനെ കാണില്ല അല്ലെ? സൂര്യനെ കാണില്ല. പകരം രാത്രിയാകുമ്പോ ആകാശത്തേക്ക് നോക്കുമ്പോ ഒരാള് വരുമല്ലേ? ഒരാള് നമ്മളെ കാണാൻ വേണ്ടി വരും. ആരാ വരുന്നത്? മക്കൾക്ക് അറിയാവോ ആരാണ്? അമ്പിളി അമ്മാവനല്ലേ? ആരാണ് വരുന്നത്? അമ്പിളി അമ്മാവൻ. നമ്മുടെ സ്വന്തം അമ്പിളി അമ്മാവനാണല്ലേ നമ്മളെ കാണാൻ വേണ്ടി വരുന്നത്. യെസ്. അപ്പൊ മക്കൾക്ക് എല്ലാവർക്കും അമ്പിളി അമ്മാവനെ ഇഷ്ടാണോ? അമ്പിളി അമ്മാവനെ കുറിച്ചുള്ള പാട്ടുകൾ മക്കള് കേട്ടിട്ടുണ്ടോ? ഏത് പാട്ടാ ടീച്ചർ പാടിത്തരണ്ടേ? അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട്? കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത്? നമ്മള് അമ്പിളി അമ്മാമനെ കാണൂല്ലേ? നമ്മള് ചന്ദ്രൻ എന്ന് പറയും. ദാ നോക്കിയേ, ചന്ദ്രനെ നിങ്ങൾ കാണുന്നില്ലേ? ചന്ദ്രനെ നമ്മൾ എന്താ ഇംഗ്ലീഷില് പറയാ? മൂൺ. എന്താ പറയാ? മൂൺ. സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ. MOON അല്ലേ? മൂണ് കാണും അല്ലേ? മൂണിനെ കാണും. പപ്പടം പോലെ ആകാശത്ത് നമ്മളെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ മൂണിനെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ? കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇതാ ഇന്ന് രാത്രി തന്നെ പോയി നോക്കിക്കോ. മൂണിനെ കാണോ? ചെലപ്പം കണ്ടില്ല എന്ന് വരുമല്ലേ? അതും ശരിയാണല്ലേ. ചില ദിവസം നമ്മൾ നോക്കുമ്പോ പപ്പടത്തിന്റെ കഷ്ണം പൊട്ടിച്ചതുപോലെ ആയിരിക്കും അല്ലേ നമ്മളെ മൂണിനെ കാണാ. കുഞ്ഞു 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 രൂപത്തില്
നമുക്ക് മൂണിനെ കാണാൻ വേണ്ടി പറ്റും അല്ലേ? ഇതാ നിങ്ങൾ നോക്കിയേ, മൂണിനെ പല രൂപത്തിൽ നമ്മൾ കാണുന്നത് നോക്കിയേ. നിങ്ങൾ ഇതുപോലെ ഏത് രൂപത്തിലാണ് നമ്മുടെ മൂണിനെ കണ്ടേന്ന് ഒന്ന് പറയണം കേട്ടോ. യെസ്. അപ്പൊ മൂണിനെ മാത്രമാണോ നിങ്ങൾ ആകാശത്ത് കാണുന്നത്? അല്ല അല്ലേ, കുഞ്ഞു കുഞ്ഞു കണ്ണ് ചിമ്മുന്ന പോലത്തെ നക്ഷത്രങ്ങളെ മക്കള് കാണാറില്ലേ? ദാ ഈ ഒരു ആകാശം നോക്കിയേ, എന്തോരം നക്ഷത്രങ്ങളാണല്ലേ. അപ്പൊ നക്ഷത്രങ്ങളെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? സ്റ്റാർസ്. എല്ലാരും ഉറക്കെ പറഞ്ഞേ, എന്താ പറയാ നമ്മള്? സ്റ്റാർസ് അല്ലേ. നക്ഷത്രങ്ങളെ നമ്മള് സ്റ്റാർസ് എന്നാണ് പറയാ. ആകാശത്ത് എല്ലാവരും നക്ഷത്രങ്ങളെ കാണാറില്ലേ? കണ്ടിട്ടുണ്ടാവും അല്ലേ? ആകാശത്തേക്ക് നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ ഒരുപാട്, ഒന്നിനെയാണോ രണ്ടിനെയാണോ മൂന്നിനെയാണോ അല്ല അല്ലെ, ഒരുപാട് നക്ഷത്രങ്ങളെ നിങ്ങൾ കാണാറുണ്ട് അല്ലെ. ആകാശത്ത് ഇങ്ങനെ നോക്കി നിൽക്കാൻ എന്ത് രസാണല്ലേ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കുന്നിന്റെ മുകളിൽ പോയത്. കുന്നിന്റെ മുകളിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി? ആകാശം കാണാൻ വേണ്ടി പറ്റി അല്ലേ. ആകാശത്തിൽ നിങ്ങൾ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടതെന്ന് കൂട്ടുകാരൊന്ന് കമന്റ് ചെയ്യോ? കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ആകാശത്തിലെ വിശേഷങ്ങളെ കുറിച്ച് മക്കൾക്ക് മനസ്സിലായില്ലേ? ഇനിയും ആകാശത്ത് കുറെ രസകരമായിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ. അതൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ വലിയ വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ പഠിക്കും. അപ്പൊ എല്ലാ മക്കൾക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.